കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് നവജാത ശിശുക്കൾക്ക് എല്ലാ വിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും അലർജികളിൽ നിന്നും അണുബാധയിൽ നിന്നും പ്രതിരോധശേഷി നൽകുന്നതിൽ പ്രധാനമാണ് മുലപ്പാൽ. പലവിധ കാരണങ്ങളാൽ അമ്മമാരിൽ നിന്ന് നേരിട്ട് മുലപ്പാൽ ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാകുന്നത് ദാനമായി ലഭിക്കുന്ന മുലപ്പാലാണ്. അത്തരത്തിൽ മുലപ്പാൽ ദാനം ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. മുൻ ദേശീയ ബാഡ്മിന്റൺ താരം ജ്വാല ഗുട്ടയും മുലപ്പാൽ ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് പലപ്പോഴും ചില കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ട്. പ്രസവശേഷം ഒരു വർഷത്തിനിടെ ഏകദേശം 60 ലിറ്റർ മുലപ്പാൽ ഹൈദരാബാദിലെയും ചെന്നൈയിലെയും സർക്കാർ ആശുപത്രികളിൽ സംഭാവന ചെയ്തതായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജ്വാല ഗുട്ട. തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് ജ്വാല ഇക്കാര്യം അറിയിച്ചത്. ജ്വാല ഗുട്ടയും ഭർത്താവ് നടൻ വിഷ്ണു വിശാലിനും 2025 ഏപ്രിലാണ് മകൾ പിറക്കുന്നത്. മുലപ്പാൽ ദാനം ചെയ്തതിനെക്കുറിച്ച് പറയുന്ന അവർ പാൽ നിറച്ച ഡസൻ കണക്കിന് ബാഗുകളുടെ ഫോട്ടോയും അതോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ച് എപ്പോഴും പറയുന്നതെന്നും ജ്വാല പറയുന്നു. വളർച്ച കുറഞ്ഞ 1 കിലോഗ്രാം ഭാരമൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് 100 മില്ലി ലിറ്റർ മുലപ്പാൽ ദാനം ചെയ്യുന്നത് ഏതാനും ദിവസങ്ങളിലേക്കുള്ളതാണ്. NICUവിൽ കിടക്കുന്ന കുട്ടികൾക്ക് ഇത് ഏറെ സഹായകമാകും. NICUവിലുള്ള പല കുഞ്ഞുങ്ങൾക്കും ആരോഗ്യ സംബന്ധമായ സങ്കീർണതകൾ കാരണം സ്വന്തം അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ദാനം ചെയ്ത മുലപ്പാൽ കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിയും പോഷകവും നൽകുന്നു എന്നാണ് ജ്വാല പറയുന്നത്. പ്രധാനമായും വളർച്ച എത്താതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഗുരുതരമായ കുടൽ രോഗത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുന്നതിൽ മുലപ്പാലിന്റെ പങ്ക് ഏറ്റവും വലുതാണെന്നും അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ അന്വേഷിച്ച് എങ്ങനെ നിങ്ങൾക്ക് മുലപ്പാൽ ദാനം ചെയ്യാം എന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജ്വാല കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു സർക്കാർ ആശുപത്രിയിലെ മുലപ്പാൽ ദാന ക്യാമ്പയിന്റെ ഭാഗമായതിനെക്കുറിച്ച് ജ്വാല തുറന്നു പറഞ്ഞിരുന്നു. അമ്മമാരില്ലാത്ത കുഞ്ഞുങ്ങളെയും ആശുപത്രിയിൽ കഴിയുന്ന മാസം തികയാതെ ജനിച്ചതോ ഗുരുതരമായ അവസ്ഥയിലുള്ളതോ ആയ കുഞ്ഞുങ്ങളെയും സഹായിക്കുക എന്നതാണ് തന്റെ ജീവിത ലക്ഷ്യമെന്നും അന്ന് പറഞ്ഞിരുന്നു. ദാനം ലഭിക്കുന്ന മുലപ്പാൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. നിങ്ങൾക്ക് ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ സഹായം ആവശ്യമുള്ള ഒരു കുടുംബത്തിന് നിങ്ങളൊരു ഹീറോ ആയി മാറും. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക, ഈ സന്ദേശം പങ്കുവെക്കുക, മിൽക്ക് ബാങ്കുകളെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുലപ്പാൽ ദാന ക്യാമ്പയിനിൽ നിന്നും ജ്വാല നേരത്തെ ഒരു തുടക്കമിട്ടിരുന്നു. ആരോഗ്യവതിയായ ഏതൊരു അമ്മക്കും മുലപ്പാൽ ദാനം ചെയ്യാൻ കഴിയും. രക്തപരിശോധനയ്ക്ക് ശേഷമായിരിക്കും പാൽ ശേഖരിക്കുക. HIV, ഹെപ്പറ്റൈറ്റിസ് B, ക്യാൻസർ എന്നീ രോഗങ്ങൾ ഉള്ളവർ അതിന് മുതിരരുത്. മാനസിക രോഗങ്ങൾക്കും അവസ്മാര രോഗത്തിനും മരുന്ന് കഴിക്കുന്നവർ, ചിക്കൻ ബോക്സ്, 5-ാം പനി പോലുള്ള രോഗങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ വാക്സിൻ എടുത്തവർ എന്നിവർക്ക് മുലപ്പാൽ ദാനം ചെയ്യാൻ കഴിയില്ല. പുകവലി, മദ്യപാനം, ലഹരിമരുന്ന് എന്നിവ ഉപയോഗിക്കുന്നവർക്കും ദാനം ചെയ്യാൻ കഴിയില്ല. ഈ മഹത്തായ പ്രവൃത്തിയിലൂടെ നിരവധി കുഞ്ഞുങ്ങൾക്കാണ് ജ്വാല ഗുട്ട പുതുജീവൻ നൽകുന്നത്. മുലപ്പാൽ ദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്താൻ തന്റെ ഈ തീരുമാനം സഹായിക്കുമെന്നാണ് താരം പ്രതീക്ഷിക്കുന്നത്.